മാഗ്നിഫിസെന്റ് സെഞ്ച്വറി എപ്പിസോഡ് നമ്പർ 52 നമ്മുടെ പ്രായം ഭാഷയെ രണ്ട് ഭടന്മാർ കൂടിയിട്ട് പിടിച്ചുകൊണ്ട് വരുന്നതാണ് കാണിക്കുന്നത്. ഇതേസമയം തന്നെ നമ്മുടെ സുൽത്താൻ സുലൈമാൻ്റെ അടുത്ത് ഒരു അംഗരക്ഷകൻ വന്നിട്ട് സുൽത്താൻ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിമിനെ പിടികൂടിയിട്ടുണ്ടെന്നും അതേപോലെ കാരാഗൃഹത്തിൽ അടച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അയാൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സീനിൽ നമ്മുടെ ഇബ്രാഹിം ഭാഷയെ കാരാഗൃഹത്തിലേക്ക് കൊണ്ടുവരുന്നതും അയാൾ ഭയങ്കര പരിഭ്രാന്തനായിട്ട് പുറത്തേക്ക് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ ഫാത്തിമയാണെങ്കിൽ ഓടി വന്നിട്ട് ഫിദാൻ്റെ അടുത്ത് എനിക്ക് എത്രയും പെട്ടെന്ന് ഗുൽഷീനെ കാണണം, എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ അടുത്ത് തന്നെ കാണാൻ വരാൻ പറയണമെന്ന് പറയുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു രഹസ്യം അറിയിക്കാനുണ്ട്, അത് എത്രയും പെട്ടെന്ന് മഹാദേവൻ സുൽത്താൻ അറിയേണ്ട കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നോട് പറയാൻ പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഞാൻ നേരിട്ട് പറയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫാത്തിമ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് നിന്ന് നമ്മുടെ ഗുല്ലാഗിയാണെങ്കിൽ അവളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. അതേപോലെ ഗുല്ലാഗിയാണെങ്കിലോ വരൂ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ തന്നെ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വാലഗെ സുൽത്താനയുടെ അവിടെ എല്ലാവരും തന്നെ നൃത്തം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതേസമയം നമ്മുടെ ഹറ്റീച്ച വളരെ സന്തോഷത്തിരിക്കുന്നത് കണ്ടിട്ട് നീ ചിരിക്കുന്നത് കാണാൻ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നുവെന്ന് വാലിദ പറയുന്നുണ്ട്. അപ്പോൾ ഹത്തീച്ച അതേ, ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്, ഇബ്രാഹിം പാഷ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നു, അതിൻ്റെ സന്തോഷമാണെന്ന് പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഹുറവും ഭാഷ എങ്ങനെ ഇരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ സുഖാന്വേഷണമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വളരെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഈ സമയം മാഹിദേവറിനും ഇത് നിങ്ങളുടെ അവസാനത്തെ വേർപിരിയലാകട്ടെ, എന്നും ഒന്നിച്ചിരിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്യുന്നുണ്ട്. ഇതേസമയം തന്നെ നമ്മുടെ സുംബുളാക വളരെയധികം പരിഭ്രാന്തനായി ഓടി വന്നിട്ട് വാലിദയുടെ അടുത്ത് വളരെ രഹസ്യമായിട്ട് തന്നെ സുൽത്താൻ സുലൈമാൻ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതേസമയം ഗുല്ലാഗ ഫാത്തിമയെ കൊണ്ടുപോയിട്ട് നീ എന്താ അവളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ കൂടെ കളിക്കാനാണോ വീണ്ടും നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. ഫാത്തിമ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നീ വീണ്ടും നമ്മുടെ കൂടെ കളിക്കാനാണെങ്കിൽ സർപ്പത്തിൻ്റെ നാക്ക് പോലുള്ള നിൻ്റെ നാക്ക് ഞാൻ അരിഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട്. ഗുല്ലാഗ വീണ്ടും നമ്മൾ പറഞ്ഞ എന്താണ് നീ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും തന്നെ കേട്ടില്ല എന്ന് പറഞ്ഞ് ഫാത്തിമ കരയുന്നുണ്ട്. അപ്പോൾ ഗുല്ലാഗ പറയുന്നത് നീ വേറെ ഒന്നും തന്നെ ഓർക്കണ്ട, നിൻ്റെ സുന്ദരമായ മുഖം എങ്ങനെയാണ് പൊള്ളിയതെന്ന് മാത്രം ഓർത്താൽ മതിയെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിനെ പിടിച്ചിങ്ങനെ ഞെരിക്കുന്നുണ്ട്. ഇതേസമയം ഫിദാനാവട്ടെ നേരെ ഹാരത്തിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഗുൽഷയുടെ അടുത്ത് പറയുന്നുണ്ട് ഫാത്തിമ ഇങ്ങനെ എന്തോ പറയാൻ പറഞ്ഞിട്ടുണ്ടെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നും മാഹിദേവൻ സുൽത്താൻ എത്രയും പെട്ടെന്ന് തന്നെ അറിയേണ്ട കാര്യമാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ എത്രയും പെട്ടെന്ന് അവളെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് ഗുൽഷയും ഫിദാനും കൂടിയിട്ട് നമ്മുടെ ഫാത്തിമയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഗുൽഷൻ നേരെ ചെന്ന് നമ്മുടെ ഫാത്തിമയുടെ അടുത്ത് എന്താണെന്നൊക്കെ പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മിണ്ടാതെ നിൽക്കുന്നുണ്ട് കുറച്ച് നേരം. അപ്പം പെട്ടെന്ന് പറയും എനിക്ക് സമയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല, എനിക്ക് വേറെ ഒന്നുമല്ല, ഗുല്ലാതെ കുറച്ച് പെൺകുട്ടികളെ ഹാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അത് അറിയിക്കാനാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഗുൽഷയ്ക്ക് ദേഷ്യം വന്നിട്ട് ഇതായിരുന്നു നിൻ്റെ വലിയ കാര്യം, ഓരോ മന്ദബുദ്ധികൾ എന്നെ തേടി വരികയാണെന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഗുല്ലാഗേനെയും ആ സീനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ സുലൈമാനാണെങ്കിൽ രണ്ട് പെങ്ങന്മാരെയും പറ്റി ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം നമ്മുടെ ഇബ്രാഹിമുമായിട്ടുള്ള സ്നേഹം പിടിച്ച സമയത്ത് ഇബ്രാഹിമിനെ കൊല്ലുമെന്ന് പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് കൊല്ലുകയാണെങ്കിൽ എൻ്റെ ജീവൻ ആദ്യം എടുക്കണമെന്ന് നമ്മുടെ ഹറ്റീജ പറയുന്നത് ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സുൽത്താൻ്റെ ആദ്യത്തെ പെങ്ങളുടെ ഭർത്താവിനെയും സുൽത്താൻ തിരുമറി നടക്കുന്നത് കൊണ്ട് കൊല്ലുന്നുണ്ട്. അപ്പം ആ സമയത്ത് ആ സഹോദരിയും പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ രാജാവ് മാത്രമാണ്, എൻ്റെ സഹോദരനല്ല, നിങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ളതല്ല എന്നൊക്കെ. ആ കാര്യങ്ങളെല്ലാം നമ്മൾ സുൽത്താൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വാലത്തെ സുൽത്താൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നീ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ വിളിപ്പിച്ചിരുന്നു. ഇബ്രാഹിം പാഷ വന്നത് അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാലത്തെ അതെ, ഞാൻ അറിഞ്ഞിരുന്നു, ഒരുപാട് സമാധാനമായി ഹറ്റീച്ച കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ് ഞാനൊന്ന് ചിരിച്ച് കണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ എന്ന് നേരത്തെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത് എന്നാണ് സുൽത്താൻ പറയുന്നത്. അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം പാഷ വന്നത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ മാത്രമായിരുന്നു, അതിനുശേഷം തിരിച്ചു പോകാനായിരുന്നു അവൻ്റെ തീരുമാനം. എന്നാൽ ഞാൻ അതിന് അനുവദിച്ചില്ല, അവനിപ്പം കാരാഗൃഹത്തിൽ കിടക്കുകയാണ്, എൻ്റെ തീരുമാനവും കാത്ത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ വാലിദയും ഞെട്ടുന്നുണ്ട്. ഇതേസമയം ഹാരത്തിൽ നമ്മുടെ മുസ്തഫ ഐബിക്ക് ഒരു മാല ചാർത്തി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ഈ വിവാഹ നിശ്ചയം നമുക്ക് രണ്ടുപേർക്കും അനുഗ്രഹങ്ങൾ മാത്രം കൊണ്ടുവരട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായി മുസ്തഫയെ അനുഗ്രഹിക്കുന്നുണ്ട്. മാഹിദേവൻ ജീവിതാവസാനം വരെ ഈ വിവാഹം നിലനിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹറ്റീജയും അവനെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നിന്നോട് എനിക്ക് വളരെ നന്ദിയുണ്ട്, ഇബ്രാഹിം പാഷ നീ കാരണമാണ് തിരിച്ചു വന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ മുസ്തഫയാണെങ്കിൽ എനിക്ക് വേണ്ടി അദ്ദേഹം വന്നല്ലോ, അതിൽ എനിക്കും സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. അതേപോലെ വാലിദ സുൽത്താനെ എവിടെയെന്ന് നമ്മുടെ മുസ്തഫ തിരക്കുന്നുണ്ട്. ഇതേസമയം വാലിദയാണെങ്കിൽ സുൽത്താനോട് എന്താണ് നിൻ്റെ മനസ്സിൽ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സുൽത്താനാണെങ്കിൽ ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്.
എന്നിട്ട് സുൽത്താൻ പറയുന്നത്, ഞാൻ എവിടെയാണ് വീഴ്ച വരുത്തിയതെന്ന് ഞാൻ എന്നോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരടുത്തും നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഇബ്രാഹിമിൻ്റെ അടുത്തും എൻ്റെ ഭാര്യമാരുടെ അടുത്തും കുട്ടികളുടെ അടുത്തും എല്ലായിടത്തും ഞാൻ നീതി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എല്ലാവരും സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഇവിടെ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എവിടെയാണ് തെറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് സുൽത്താൻ പറയുന്നത്. എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങൾക്ക് പിന്നാലെ മാത്രമാണ് സഞ്ചരിക്കുന്നത്. ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഓരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും നാണം കെട്ട കാര്യം വേറൊന്നുമല്ല, എന്നെയും എൻ്റെ കിരീടത്തെയും ഉപയോഗിച്ചാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് സുൽത്താൻ പറയുന്നുണ്ട്. എന്നാൽ വാലിദ ഇതൊക്കെ കേട്ടിട്ട് വളരെ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇവരെ എല്ലാം തന്നെ ഉണ്ടാക്കിയതും നീ തന്നെയാണ്. ഖുറമിനെയും ഇബ്രാഹിമിനെയും കൊണ്ടുവന്നതും നീ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ദാസിയായി ഇരുന്നവളെ നീ പിടിച്ച് ഭാര്യയാക്കി. അതേപോലെ തന്നെ ഗ്രാൻഡ് വിസിയറായിട്ടിരുന്ന ഒരാളെ നീ പിടിച്ച് നിന്റെ പ്രധാനിയാക്കി മാറ്റി. ഇതെല്ലാം തന്നെ ചെയ്തത് നീ തന്നെയാണ്. എന്നാൽ ഇത് കേട്ടിട്ട് നമ്മുടെ സുൽത്താൻ പറയുന്നത്, ഞാൻ ആരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നാലും അവരെ താഴെ കൊണ്ടുവരാനും എനിക്ക് തന്നെ അറിയാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാലിദയുടെ അടുത്ത് തിരിച്ച് പൊയ്ക്കൊള്ളാനും ഹദീജയെ നോക്കിക്കൊള്ളണമെന്നും എപ്പോഴും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് വാലിദ അവിടെ നിന്ന് പോകുന്നുമുണ്ട്. അടുത്ത സീനിൽ നമ്മളെ മട്രക്കയോട് ബാലിബയെ വന്ന് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. മട്രക്കി ആകട്ടെ വളരെ പ്രശ്നമാണ്, നമ്മുടെ ഇബ്രാഹിം പാഷയെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഈ പറയുന്നതെന്ന് ബാലിബ ചോദിക്കുമ്പോൾ സുൽത്താൻ്റെ അനുവാദമില്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മട്രക്കി കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഞാൻ പലതവണ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകരുതെന്ന്. ഇതിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുകയല്ലേ, സുൽത്താൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം വാലിദ ഹാരത്തിലേക്ക് വരുന്നുണ്ട്. ഹദീജയാണെങ്കിൽ എന്താണ് ഇത്ര വൈകിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അമ്മയടുത്ത് പറയാതെ പോകാനിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ വാലിദയാണെങ്കിൽ, ഇന്ന് നീ എവിടെയും പോകുന്നില്ല, ഇവിടെ നിന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹദീജ വാശി പിടിക്കുന്നുണ്ട്, ഇല്ല എനിക്കിന്ന് പോയേ മതിയാകും, ഇബ്രാഹിം പാഷ വന്നിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേസമയം വാലിദ പറയുന്നത്, ഇബ്രാഹിം സുൽത്താൻ്റെ കൂടെയാണ്, അവർ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നവൻ ഇവിടെ ആയിരിക്കും നിൽക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹദീജയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാത്തിരുന്നോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ വാലിദ പറയുന്നത്, നീ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു, ഉറക്കമൊന്നും ശരിയല്ലല്ലോ, നീ ഇനിയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുക, നാളെ എന്തായാലും അവനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. വാലിദ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്ന കണ്ടിട്ട് ഗുൽഫമാണെങ്കിൽ എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാൻ ഈ ചടങ്ങിൻ്റെ തിരക്കിൽ ആകെ തളർന്നിരിക്കുകയാണ്, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ എല്ലാവരോടും അവരവരുടെ മുറികളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് വാലിദ വളരെ വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഇബ്രാഹിമിൻ്റെ ഒരു സ്വപ്നമാണ് കാണിക്കുന്നത്. ഇബ്രാഹിം ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. ആ സമയം സുൽത്താൻ സുലൈമാൻ വന്നിട്ട്, നിനക്ക് നീ ജനിച്ച് വളർന്ന് നിൻ്റെ സ്ഥലത്തേക്കല്ലേ പോകേണ്ടത്, നിനക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സുലൈമാൻ്റെ കൈയും ചുംബിച്ച് ഇബ്രാഹിം അവിടെ നിന്ന് പോകാൻ നേരം, സുൽത്താൻ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇബ്രാഹിം ഇറങ്ങാൻ നേരം 2 പടയാളികൾ വന്ന് അവൻ്റെ കഴുത്ത് ഞെരിക്കുന്നതായിട്ടാണ് അവൻ സ്വപ്നം കണ്ട് എണീക്കുന്നത്. ഇതേ സമയം തന്നെ 2 പടയാളികൾ വന്നിട്ട് വാ പോകാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഇബ്രാഹിം പാഷ നല്ലപോലെ തന്നെ പേടിക്കുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിമിൻ്റെ കണ്ണ് മൂടുന്നുണ്ട്. ഈ സമയം ഇബ്രാഹിം പറയുന്നുമുണ്ട്, എന്നെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ എൻ്റെ കണ്ണ് മൂടേണ്ട ആവശ്യമില്ല, എനിക്ക് കണ്ണ് തുറന്ന് തന്നെ പോയാൽ മതിയെന്നൊക്കെ. പിറ്റേ ദിവസം രാവിലെ ആയതും ഹദീജയാണെങ്കിൽ പോകാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നതുമാണ് കാണിക്കുന്നത്. മഹിദേവൻ എന്തെങ്കിലും കഴിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങനെയെങ്കിലും ആണ് രാവിലെ ആക്കിയത്, എത്രയും പെട്ടെന്ന് പോയി എനിക്ക് എൻ്റെ ഇബ്രാഹിം പാഷയെ കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വാലിദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വാലിദയെ കണ്ടപാടെ തന്നെ ഹദീജ, ഇനി എനിക്ക് പോകാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ സമയം വാലിദയാണെങ്കിൽ, അത് പറയാനാണ് ഞാനും വന്നത്, ഞാനും നിൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് എൻ്റെ കൂടെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുറച്ച് കാറ്റ് കൊള്ളണം, എന്താ നിനക്ക് ഞാൻ കൂടെ വരണ്ടേ, എന്നാൽ ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹദീജ, ഇല്ല അങ്ങനെയൊന്നുമില്ല, വാലിദയും വന്നോളൂ എന്ന് പറയുന്നുണ്ട്. അതേപോലെ എത്രയും പെട്ടെന്ന് തയ്യാറായിക്കോളുമെന്നും ഞാൻ എൻ്റെ മുറിയിൽ കാണുമെന്ന് പറഞ്ഞിട്ട് വാലിദ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ഹദീജ സംശയത്തിൽ ഗുൽഫമിനോട് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഗുൽഫം ആകട്ടെ, എനിക്കറിയില്ല, ചിലപ്പോൾ ഇബ്രാഹിം പാഷയായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇതേസമയം മാഹിദേവറൻ ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഹദീജയാണെങ്കിൽ ചിരിച്ചിട്ട്, വരൂ എല്ലാവരും കൂടെ വന്നോളും, നമുക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഒരു സമയം തരരുത് എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഹദീജയുടെ പുറകെ പോകുന്നതും കാണിക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഗുർലാഖിയാണെങ്കിൽ ഹുറത്തിനോട് വന്നിട്ട്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, പരസ്യമാകാതെ പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി, അത്ര വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. മര്യാദയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ നേരെ കാര്യം പറയാൻ നമ്മുടെ ഹുറം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗുർലാഖ പറയുന്നുണ്ട്, ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഇബ്രാഹിം പാഷ തിരിച്ച് ഹണ്ടിങ് ഗ്രൗണ്ടിലേക്ക് പോകാനിരുന്നതാണ് എന്ന്. അത് കേട്ട് കുറച്ച് സന്തോഷത്തോടെ തന്നെ ഹുറം, ആണോ, എന്നിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പോൾ കുലാഖ പറയുന്നത്, ഞാൻ കേട്ടത് പ്രകാരം ഇബ്രാഹിം പാഷ ഇപ്പോൾ കാരാഗ്രഹത്തിലാണെന്നാണ്. ഇത് കേട്ട് നമ്മുടെ ഹുറം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അവസാനം അവന് കിട്ടേണ്ടത് കിട്ടിയല്ലേ എന്നുള്ള രീതിയിൽ ഹുറം എഴുന്നേറ്റിട്ട് വളരെ സന്തോഷത്തോടെ തന്നെ അവനിപ്പോൾ മരണത്തിനായി കാത്തിരിക്കുകയായിരിക്കും അല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ ഹറ്റീച്ച ഈ കാര്യം അറിഞ്ഞിരുന്നോ എന്നും ചോദിക്കുന്നുണ്ട്. കുലാഖ ഇല്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം ഹറ്റീജ സുൽത്താന ഇന്നലെ രാത്രി ഇവിടെയാണ് നിന്നത്, ഇന്ന് രാവിലെ വാലിദ സുൽത്താനയുടെ കൂടെയാണ് കൊട്ടാരത്തിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം കുറച്ച് വിഷമത്തോടെ തന്നെ ഹറ്റീജ അവൻ്റെ തലയെടുക്കുന്ന സമയം ഇവിടെ ഉണ്ടാകരുതല്ലോ, അവൾക്ക് വിഷമമാവില്ലേ, അവളുടെ സമാധാനം പോയില്ലേ, എന്തായാലും അവളെ സമാധാനിപ്പിക്കാൻ എനിക്കും അവിടേക്ക് പോകണം, വേഗം തയ്യാറാകുമെന്ന് പറഞ്ഞിട്ട് കുലാഖയെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം പാഷയുടെ കാര്യം ഓർത്ത് വളരെയധികം സന്തോഷം നമ്മുടെ ഹുറമിനുണ്ട് കേട്ടോ. ഇതേസമയം ഇബ്രാഹിമിൻ്റെ വസതിയിൽ ഹറ്റീജ ഓടിച്ചെന്നിട്ട് ഇബ്രാഹിം എന്ന് വിളിക്കുന്നുണ്ട്. ഇബ്രാഹിമിനെ അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ജോലിക്കാരിയോട് ഇബ്രാഹിം എവിടെ, ഉറങ്ങുകയാണോ, ഇതുവരെ എഴുന്നേറ്റില്ലേ എന്നൊക്കെ തിരക്കുന്നുണ്ട്. എന്നാൽ ജോലിക്കാരിയാണെങ്കിൽ അദ്ദേഹം ഇതുവരെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതേ സമയം വാലിദ വന്നിട്ട്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്, അവൻ എന്തെങ്കിലും തിരക്ക് കാണും, അവൻ വരുമെന്നിങ്ങനെ പറയുന്നുണ്ട്. ഹറ്റീജ എന്നാൽ വളരെ സംശയത്തോടെ തന്നെ വാലിദേനെ ഇങ്ങനെ നോക്കുന്നതും കാണിക്കുന്നുണ്ട്. പിന്നീട് ഇബ്രാഹിമിനെയാണ് കാണിക്കുന്നത്. ഇബ്രാഹിം ഓരോന്നിങ്ങനെ ചിന്തിക്കുന്നതും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നരകത്തിൻ്റെയും അതേപോലെ സ്വർഗത്തിൻ്റെയും ഇടയിലാണുള്ളത്, അതേപോലെ സുൽത്താൻ്റെ കണ്ണുകളിൽ ഞാൻ എപ്പോഴും എൻ്റെ മരണമാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇബ്രാഹിം ഓരോന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സുൽത്താനാണെങ്കിൽ വളരെ വിഷമത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അവന് ഓരോ പദവി കൊടുക്കുന്നതും അതേപോലെ അവസാനം കൊടുത്ത പദവിയിൽ സുൽത്താൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എന്നിൽ നിന്ന് തന്നെയാണ് രക്ഷിച്ചിരിക്കുന്നത്, ഇനി ആരും തന്നെ നിനക്കെതിരെ വരില്ല എന്നൊക്കെ പറയുന്നത് കാണിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഇബ്രാഹിമിനെ പൂന്തോട്ടത്തിൻ്റെ നടുവിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇബ്രാഹിം ആകട്ടെ, എൻ്റെ കണ്ണിലെ കെട്ടഴിക്കും, എനിക്ക് ധൈര്യത്തോടെയും അഭിമാനത്തോടെയും കൂടെ തന്നെ മരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് ഭടന്മാർ കണ്ണിലെ കെട്ടഴിച്ചു മാറ്റുമ്പോൾ നമ്മുടെ ഇബ്രാഹിം ആദ്യം കാണുന്നത് സുൽത്താനെയാണ്. സുൽത്താനാകട്ടെ, നിനക്ക് അഭിമാനത്തോടു കൂടെ തന്നെ മരിക്കണം അല്ലേ പാർഗാലി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ഇബ്രാഹിം ആണെങ്കിൽ, എൻ്റെ ജീവൻ എടുത്തുകൊള്ളൂ, ഈ ഭയവും അന്തരീക്ഷവും എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനിയും ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, എത്രയും പെട്ടെന്ന് എൻ്റെ ജീവൻ എടുത്തുകൊള്ളൂ, ഇത്രയും വർഷം നിങ്ങളെയും ഈ രാജ്യത്തെയും ഞാൻ സംരക്ഷിച്ചു വന്നതല്ലേ എന്നൊക്കെ ഇബ്രാഹിം പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ സുൽത്താനാണെങ്കിൽ, നീ പേടിക്കണ്ട, നിൻ്റെ വേദനകളെല്ലാം തന്നെ ഞാൻ അത്താബുൽ എൻ്റെ ചൂട്, നീ സമാധാനപ്പെടുക എന്ന് പറയുമ്പോൾ ഹറ്റീജയാണെങ്കിൽ, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഇല്ല എന്ന് വാലിദ പറയുമ്പോൾ, ഇന്നലെ രാത്രി മുതൽ ഞാൻ അമ്മയെ ശ്രദ്ധിക്കുകയാണ്, എന്തോ പ്രശ്നമുണ്ട്, എവിടെയാണ് ഇബ്രാഹിം, ഇബ്രാഹിം എന്താണ് വരാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതേസമയം മാഹിദേവറനാണെങ്കിൽ എന്തെങ്കിലും തിരക്കുണ്ടാവും, അതായിരിക്കും വരാത്തതെന്ന് പറയുന്നുണ്ട്. ഗുൽപ്പമാകട്ടെ ഓടി വന്നിട്ട്, നീ സമാധാനപ്പെടും, അവിടെ ചെന്ന് ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഹറ്റീജ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും തന്നെ, എവിടെയാണ് ഇബ്രാഹിം, എനിക്കിപ്പോൾ തന്നെ ഇബ്രാഹിമിനെ കാണാൻ കൊട്ടാരത്തിലേക്ക് വിവരം അറിയിക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെ വാതിൽ തുറക്കുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഓടിയെടുക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഹുറമിനെയാണ്. എന്നാൽ ഹുറമിനെ കണ്ടിട്ട് ഹറ്റീജയാണെങ്കിൽ, എന്ത് പറ്റി ഹുറം, നീ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഹുറമാകട്ടെ, എനിക്കത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി, സുൽത്താനയുടെ കൂടെ ഇരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹറ്റീജ വളരെ ടെൻഷൻ അടിച്ചിട്ട്, എന്താണ് നീ കേട്ടതെന്ന് ചോദിക്കുമ്പോൾ ഹുറമാണെങ്കിൽ, ഞാൻ നിങ്ങളെ അറിഞ്ഞുവെന്നാണ് കരുതിയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം വാലിദയാണെങ്കിൽ ഹുറം മിണ്ടാതിരിക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ഹറ്റീജ, നീ എന്താണ് കേട്ടതെന്ന് മര്യാദയ്ക്ക് പറയൂ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയും വിഷമത്തോടെയും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹുറമാകട്ടെ പറയുന്നത്, ഇന്നലെ രാത്രി ഫാഷിക്ക് തിരിച്ച് ഹണ്ടിങ് ലോഡ്ജിലേക്ക് പോകണമായിരുന്നു, എന്നാൽ സുൽത്താന അത് ഇഷ്ടപ്പെട്ടില്ല, ഇബ്രാഹിമിനെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇതേസമയം സുൽത്താൻ ഇബ്രാഹിമിനോട്, നീ എൻ്റെ ക്ഷമയെയും നീതിയെയും മനസാക്ഷിയെയും പരീക്ഷിക്കരുത്, നീ എത്ര തവണയാണ് ആ സീൽ എനിക്ക് തിരിച്ചു തന്നതും, ഞാൻ നിന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്, ആദ്യത്തെ തവണ നീ എനിക്ക് തന്നപ്പോൾ ഞാൻ അതിനെ അംഗീകരിച്ചിരുന്നു, കാരണം ഞാൻ അന്ന് കണ്ടത് ഹറ്റീജയോടുള്ള നിൻ്റെ സ്നേഹം മാത്രമാണ്. എന്നാൽ ഇത്തവണ നീ ചെയ്തത് ഒട്ടും ദഹിക്കാത്ത കാര്യം തന്നെയാണ്. ഒരു മനുഷ്യന് ഒരിക്കലും ഇത്രയും വൈകാരികതയും അതിമോഹവും പാടില്ല, അത് വളരെ അപകടകാരി തന്നെയാണ്. കാരണം ഇതൊക്കെ തന്നെ അവസാനം നിന്നെ വഞ്ചനയിലേക്കായിരിക്കും നയിക്കുന്നത്, അത് നിന്നെക്കൊണ്ട് വളരെ മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്യിപ്പിക്കും. നിന്റെ അഹങ്കാരമാണ് നിന്നെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത്, എനിക്ക് പോലും ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേസമയം ഇബ്രാഹിം ആണെങ്കിൽ, അഹങ്കാരമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വെറും ഒരു മീൻപിടുത്തക്കാരൻ്റെ മകൻ മാത്രമാണ്, നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെയുള്ള അഹങ്കാരങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ സുൽത്താനാകട്ടെ, നിന്റെ തലയിൽ എന്തുകൊണ്ടാണ് അടിമത്തത്തിൻ്റെ പ്രശ്നം ഇത്ര വലിയ മുറിവുണ്ടാക്കിയതെന്ന് എനിക്ക് തീരെ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇബ്രാഹിം അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഓരോ തവണ ഞാനത് മറക്കാൻ ശ്രമിക്കുമ്പോഴും എൻ്റെ തലയിലേക്ക് അത് ഓരോരുത്തരും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നാണ്. എന്നാൽ സുൽത്താൻ പറയുന്നത്, മികച്ച യോഗ്യതകളുള്ള നിന്നെപ്പോലെ ഒരാൾക്ക് അതൊരു ബലഹീനത തന്നെയാണ് എന്നാണ്.
അതേപോലെ തന്നെ നീ നിൻ്റെ ബലഹീനതയ്ക്ക് അടിമയായിരിക്കുകയാണ്. ഞാനോ മറ്റൊരാളോ അല്ല നിൻ്റെ ഈ മുറിവ് തുറന്നിരിക്കുന്നത്, നീ തന്നെയാണ്. എനിക്ക് നിന്നോട് ദയ മാത്രമാണ് തോന്നുന്നത്, കാരണം നീ നിൻ്റെ രക്തത്തിൽ തന്നെ മുങ്ങിത്താഴുകയാണ് എന്നിങ്ങനെ സുൽത്താൻ പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഹദീജയാണെങ്കിൽ വാലിദയുടെ അടുത്ത് എവിടെയാണ് ഇബ്രാഹിം എന്ന് ചോദിക്കുന്നുണ്ട്. വാലിദയാകട്ടെ അതൊന്നും പറയാറായിട്ടില്ല എന്നാണ് പറയുന്നത്. ഹദീജ ഈ സമയം നിങ്ങൾ എന്താണ് എൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ അടുത്ത് നുണ പറയുകയാണ്. അദ്ദേഹത്തെ കൊന്നോ, അദ്ദേഹം എവിടെയാണ്, നിങ്ങളെല്ലാവരും ഇതിന് കൂട്ടു നിന്നവരാണെന്നൊക്കെ പറഞ്ഞ് ഹദീജ വളരെയധികം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അവിടെ. നിങ്ങളെല്ലാവരും മനഃപൂർവ്വമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എൻ്റെ മൂത്ത ചേച്ചിക്ക് സംഭവിച്ച അതേ കാര്യം തന്നെയാണ് എനിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ വാലിദയാകട്ടെ ഞാൻ നിൻ്റെ നല്ലതിനെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പാവം ഹദീജ വളരെയധികം വിഷമിച്ച് കരഞ്ഞ് വാലിദയുടെ കാല് പിടിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് തടയൂ, എങ്ങനെയെങ്കിലും ഇബ്രാഹിമിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട്. എന്നോടും എൻ്റെ കുട്ടികളോടും ദയ തോന്നുന്നില്ലേ എന്ന് പറഞ്ഞ് വാലിദയുടെ കാല് പിടിച്ച് നമ്മുടെ ഹദീജ കരയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവളുടെ ഈ വിഷമം കണ്ട് എല്ലാവരും തന്നെ അവിടെ വിഷമിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇതേസമയം സുൽത്താൻ ഇബ്രാഹിമിനോട് നിനക്ക് വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ആരെങ്കിലും കാണാനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇബ്രാഹിം ആകട്ടെ എനിക്ക് വേറെ ആരെയും കാണേണ്ടതില്ല, അങ്ങയോട് മാത്രമാണ് എനിക്ക് എൻ്റെ യാത്രാമൊഴി പറയാനുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ സുൽത്താൻ എന്നാൽ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ, നിനക്ക് അവസാനമായി പറയാനുള്ളത് എനിക്ക് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈ ജീവിതയാത്രയിൽ ഞാനൊരു ഇരുണ്ട വനത്തിൽ അകപ്പെട്ടു പോയി. സത്യത്തിൽ ഞാൻ വഴിതെറ്റിപ്പോയതാണ്. എൻ്റെ ഉള്ളിലെ ഭയത്തിനെ ഉണർത്തുന്ന ആ വനത്തെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നും ഇബ്രാഹിം പറയുന്നുണ്ട്. ഇതേസമയം സുൽത്താൻ വളരെ വിഷമത്തോടെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നതും അതേപോലെ ഭടന്മാരെ അടുത്തേക്ക് വിളിക്കുന്നതുമാണ് കാണിക്കുന്നത്. അടുത്ത സീനിൽ നമ്മുടെ നിഗാറാണെങ്കിൽ ദേഹാട്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ദേഹാട്ടൻ ചോദിക്കുമ്പോൾ മതിയായി, ഇനി എനിക്കെൻ്റെ വീട്ടിൽ പോകണമെന്നാണ് നിഗാർ പറയുന്നത്. എന്നാൽ ദേഹാട്ടനാകട്ടെ വളരെ ഗൗരവത്തിൽ തന്നെ എത്ര തവണ പറയണം, കഴിഞ്ഞതൊക്കെ മറന്നേക്കോ, ഇത് തന്നെയാണ് നിൻ്റെ വീട് എന്ന് പറയുന്നുണ്ട്. ആ സമയം നിഗാർ പാഷ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കും, ഞാനപ്പോൾ എന്താണ് പറയുക എന്ന് ചോദിക്കുന്നുണ്ട്. ദേഹാട്ടനാകട്ടെ നീ നമ്മളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞതല്ലേ, അതേപോലെ എന്തെങ്കിലും കള്ളം ഉണ്ടാക്കി പറഞ്ഞാൽ മതിയെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദേഹാട്ടൻ എന്തിനാണ് നീ ഇത്ര വാശി പിടിക്കുന്നത്, നിനക്ക് മരിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോകാനും പറയുന്നുണ്ട്. എന്നാൽ നിഗാറാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ഇത് സ്നേഹമാണ്, സ്നേഹത്തിനെ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദേഹാട്ടനാണെങ്കിൽ നീ നിന്നെപ്പറ്റി ചിന്തിക്കേണ്ട, നീ ഭാഷയെപ്പറ്റിയെങ്കിലും ചിന്തിക്കണം. ഒരവസാനവും ഇല്ലാത്ത കാര്യമാണ് നിങ്ങളുടേത്, അതുകൊണ്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അടുത്ത സീനിൽ നമ്മുടെ വാലിദയാണെങ്കിൽ ഹുറമിനെ വഴക്ക് പറയുന്നതാണ് കാണിക്കുന്നത്. നിനക്ക് വായി മൂടി വെക്കാൻ അറിയില്ലേ, എന്തിനാണ് ഇങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹുറമാകട്ടെ വാലിദയായിരുന്നു ഇത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു, അത് വാലിദ ചെയ്തില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് വാലിദയോടും ദേഷ്യമായില്ലേ എന്നും ഹുറം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ഹദീജയാണെങ്കിൽ എന്നെ ഇബ്രാഹിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മാഹിദയറൻ ഇനി അങ്ങനെ പോയിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. ഹദീജ ആകട്ടെ എനിക്ക് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖം കാണണം, അദ്ദേഹത്തെ ഒന്ന് തൊടണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹദീജ പരിഭ്രാന്തയായിട്ട് എനിക്കിപ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും പിടിച്ചു നിർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ല, എനിക്കിപ്പോൾ തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി തിരിയുമ്പോൾ ഇബ്രാഹിം വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്നതാണ് കാണുന്നത്. എല്ലാവരും തന്നെ ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. വന്ന പാടെ തന്നെ സുൽത്താന എന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇബ്രാഹിം. ഹദീജ ആകട്ടെ വളരെ വിഷമത്തിൽ തന്നെയെന്ന് ഹദീജ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇബ്രാഹിമിനോട് ഇത് നിങ്ങൾ തന്നെയാണോ, ഇത് സത്യമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതെ ഞാൻ തന്നെയാണ്, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണെന്ന് ഇബ്രാഹിം പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവർക്കും തന്നെ സമാധാനമാകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹുറമിന് അതങ്ങോട്ട് ദഹിക്കുന്നില്ല. അതേപോലെ തന്നെ ഇബ്രാഹിം നമ്മുടെ ഹുറമിനെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നതും കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇബ്രാഹിം ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. മറ്റൊന്നുമല്ല ആലോചിക്കുന്നത്, സുൽത്താനുമായിട്ടുള്ള സംസാരമാണ് ആലോചിക്കുന്നത്. സുൽത്താൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ ആ ഇരുണ്ട കാട് നരകത്തിലല്ല, അതെൻ്റെ കൈക്കുള്ളിലാണ്. ഇബ്രാഹിം കണ്ണു തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് സുൽത്താൻ്റെ കൈക്കുള്ളിൽ തൻ്റെ സീലിരിക്കുന്നതാണ്. സുൽത്താൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് നീ തന്നെയാണ് കൊണ്ട് നടക്കേണ്ടത് എന്ന്, ഇത് നിൻ്റെ സമ്മാനമാണ്, അതേപോലെ തന്നെ നിൻ്റെ ശിക്ഷയും ഇത് തന്നെയാണെന്നും സുൽത്താൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ എഴുന്നേൽക്കാനും പറഞ്ഞിട്ട് സുൽത്താനാണെങ്കിൽ നമ്മുടെ ഇബ്രാഹിമിനെ ആലിംഗനം ചെയ്യുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇബ്രാഹിമിനോട് പറയുന്നുണ്ട്, കാരുണ്യത്തിൽ സൂര്യനെ പോലെ ആകുക, സൗഹൃദത്തിലും സാഹോദര്യത്തിലും ഒരു നദി പോലെയാകുക, എളിമയിൽ ഭൂമി പോലെ ആകുക, മറ്റൊരാളുടെ തെറ്റുകൾ മൂടിവെക്കുമ്പോൾ രാത്രി പോലെ അതിനെ മൂടിവെക്കുക, ദേഷ്യം വരുമ്പോൾ നീ മരിച്ചതുപോലെയാവുക, നീ ആരാണെങ്കിൽ തന്നെ നീ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുകയോ അല്ലെങ്കിൽ നീ ഇരിക്കുന്നത് പോലെ തന്നെ പെരുമാറുകയോ ചെയ്യുക.
ഇത്രയും സുൽത്താൻ പറയുന്നതാണ് ആ ഒരു സീനിൽ കാണിക്കുന്നത്. പിന്നീട് ഹദീജേനെ ഇബ്രാഹിമിനെയും കാണിക്കുകയാണ്. ഹദീജയാണെങ്കിൽ ഇബ്രാഹിമിനോട് നിങ്ങളെ കാരാഗൃഹത്തിൽ അടച്ചെന്നാണ് ഞാൻ കേട്ടത്. അതിനുശേഷം നിങ്ങളെ വധിക്കുമെന്നാണ് ഞാൻ കേട്ടതെന്നും പറയുന്നുണ്ട്. ഇബ്രാഹിം ആകട്ടെ അങ്ങനെയുള്ള കള്ളവാർത്തകളൊന്നും നീ കേൾക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിനക്കിപ്പോൾ എന്നെ കണ്ടുകൂടി, ഞാനിവിടേക്ക് വന്നിരിക്കട്ടെ, സുൽത്താനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, അതെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. വാലിദയാണെങ്കിൽ അള്ളാഹുവിനോട് നന്ദി പറയുന്നുണ്ട്. അടുത്ത സീനിൽ മെഹമ്മദിനെയാണ് കാണിക്കുന്നത്. സുംബുലാഗയോട് എനിക്ക് മുസ്തഫയെ കാണണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കാണാൻ പറ്റില്ല, മുസ്തഫ ആൽബത്തിലാണെന്ന് പറയുകയാണ്. എന്നാൽ എനിക്കും അത് വേണമെന്ന് പറയുമ്പോൾ അതിനുള്ള പ്രായം നിനക്ക് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഖുറം സുൽത്താന് മുറിയിൽ നിന്ന് പുറത്താക്കിയ ദാസി അവിടെ ഇരുന്ന് കഴുകുന്നത് കാണിക്കുന്നുണ്ട്. സുംബുലാഗയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ, ഇനിയും പണികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അവൾ എന്തോ പറയാൻ വരുമ്പോൾ മിണ്ടരുത്, എനിക്കൊന്നും കേൾക്കേണ്ടതില്ല, സുൽത്താനയുടെ കിരീടം പൊട്ടിക്കുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അവളെ വഴക്ക് പറയുകയാണ്. ഇത് കേട്ട് നമ്മുടെ മെഹമ്മദിന് നല്ല വിഷമമാവുന്നുണ്ട്. അടുത്ത സീനിൽ ഹദീജനെ ഇബ്രാഹിമിനെയും കാണിക്കുകയാണ്. ഹദീജയാണെങ്കിൽ ഇബ്രാഹിമിനോട് ഞാൻ ഒരുപാട് പേടിച്ചു പോയി, നിങ്ങൾ മരിച്ചു പോകുമെന്നാണ് കരുതിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ജീവനെക്കുറിച്ചുള്ള ഈ പേടി എനിക്ക് എപ്പോഴാണ് മാറുക, ഞാനങ്ങനെ പേടിച്ച് പേടിച്ച് മടുത്തു എന്നും പറയുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം ആണെങ്കിൽ ഇനി നീ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല എന്നും ഈ കളി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്, ഞാൻ ജയിച്ചു എന്നും പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഹദീജ ചോദിക്കുമ്പോൾ ആ സീൽ ഉപേക്ഷിച്ച് പോകുന്നതും തിരിച്ചു വന്നതും എല്ലാം തന്നെ എനിക്കൊരു ചൂതാട്ടം പോലെയായിരുന്നു. ഒന്നുകിൽ എല്ലാം നഷ്ടപ്പെടുത്തി എനിക്ക് എൻ്റെ ജീവൻ കൊടുക്കേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ ജയിച്ച് തിരിച്ച് ആ വിശ്വാസം നേടിയെടുക്കാനും എനിക്ക് പറ്റുമായിരുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഹദീജ എങ്ങനെയാണ് സ്വന്തം ജീവിതം കളഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തി എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതെന്നും ചോദിക്കുമ്പോൾ ഇബ്രാഹിം ആണെങ്കിൽ ഒരു പുരുഷന് എപ്പോഴും സ്വതന്ത്രനായിട്ടിരിക്കാനാണ് ആഗ്രഹം, അതുമാത്രമാണ് അവനെ സന്തോഷവാനാക്കുക, ചുറ്റുമുള്ളവരിലും ആ സന്തോഷം മാത്രമാണ് അവന് കൊടുക്കാനും കഴിയുക. ഞാൻ ചെയ്തതെല്ലാം തന്നെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്തതെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹദീജ വളരെ വിശ്വാസത്തോടെ തന്നെ അവനെ ആലിംഗനം ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത സീനിൽ നമ്മൾ മുസ്തഫേനെ കാണിക്കുകയാണ്. മുസ്തഫയാണെങ്കിൽ എഫ്സിനോട് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എഫ്സിനാകട്ടെ ഞാൻ ഒരുപാട് കരഞ്ഞു, എനിക്കറിയാം കരഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്ന്, എന്നിട്ടും ഞാൻ കരഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട്. മുസ്തഫ എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ എഫ്സിനാണെങ്കിൽ പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ എൻ്റെ നേർക്ക് മാത്രമാണ്, നമ്മുടെ ഈ ബന്ധത്തിൽ കണ്ണ് വീഴുമോ എന്ന് എനിക്കറിയില്ല, കാരണം മാഹിദേവൻ സുൽത്താനയും ഐബീകയും എല്ലാം തന്നെ എന്നെ വളരെ മോശമായ രീതിയിൽ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ മുസ്തഫ ഈ സമയത്ത് നീ ഇതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ചുംബിക്കാൻ തുടങ്ങുകയാണ്. ഇതേസമയം നമ്മുടെ മാഹിദേവൻ സുൽത്താനയാണെങ്കിൽ ഐബീകേനെയും കൊണ്ട് മുസ്തഫയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഐബീകയാണെങ്കിൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മാഹിദേവറനാണെങ്കിൽ നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്, കൂടുതൽ സമയവും അവനോടൊപ്പം തന്നെ പങ്കിടണം, എന്തായാലും നമുക്കിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞ് മുസ്തഫയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ അവിടെ നിൽക്കുന്ന ഭടന്മാർ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ആരാണ് അകത്തുനിന്ന് മാഹിദേവറൻ ചോദിക്കുമ്പോൾ അദ്ദേഹം എപ്സുനോടൊപ്പമാണെന്ന് പറയുന്നുണ്ട്. അത് തീരെ ഇഷ്ടപ്പെടാതെ തന്നെ മാഹിദേവറൻ നമ്മൾ വന്നത് എത്രയും പെട്ടെന്ന് അവനെ അറിയിക്കാൻ പറയുന്നുണ്ട്. ഐബീകി ആകട്ടെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ മാഹിദേവറൻ ഇന്ന് ഇവിടെ നിൽക്കാനാണ് പറയുന്നത്. എന്നാൽ ആ പഠനാകട്ടെ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിനെ ഇപ്പോൾ കാണാൻ കഴിയില്ല, വേറൊരു സമയത്ത് വരാൻ വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മൾ ഐബീകി എന്നാൽ ഞാൻ പോവുകയാണ്, ശുഭരാത്രിയൊക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ മാഹിദേവറനാണെങ്കിൽ ഇപ്പോഴേ പോകണ്ടെന്നുള്ള രീതിയിൽ അവളെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് നമ്മളെല്ലാവരും കേട്ടതല്ലേ, പിന്നെ എന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. മാഹിദേവറാനും വളരെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നതും ആ സീനിൽ കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ബാലിബേനെ കാണിക്കുന്നുണ്ട്. നമ്മുടെ മെഹ്റുമ സുൽത്താനയാണെങ്കിൽ ബാലിബയുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ നാളെ എനിക്ക് ഇമ്പീരിയൽ പാർക്കിൽ പോകണം, എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ബാലിബ അതിന് മറുപടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഹുറം സുൽത്താൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നാൽ നമ്മുടെ മെഹ്റുമയാണെങ്കിലോ ഹുറമിനോട് നാളെ ഞാൻ ബാലിബയോടൊപ്പം ഇമ്പീരിയൽ പാർക്കിലേക്ക് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ പോവുള്ളൂ എന്നും പറയുമ്പോൾ ഖുറം സുൽത്താനെ ആകട്ടെ ചിരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നീ കളയില്ലെങ്കിൽ പൊയ്ക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയം ബാലിബയാണെങ്കിൽ എനിക്ക് അതിലൊന്നും പ്രശ്നമില്ല, ഞാൻ നാളെ കൂടെ പൊക്കോളാം എന്നും പറയുന്നുണ്ട്.
അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ നിഗാർ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതേ സമയം ഫാത്തിമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരോ പുറകിൽ നിൽക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഫാത്തിമയെ കാണുന്നുണ്ട്. "നീ എന്താണ് ഈ സമയം ഇവിടെ?" എന്ന് ചോദിക്കുമ്പോൾ "ഞാൻ കുളിക്കാൻ വന്നതാണെന്നാണ്" അവൾ പറയുന്നത്. ആ സമയം നിഗാർ പറയുന്നുണ്ട്, "അങ്ങനെ തോന്നിയ സമയത്തൊന്നും നിനക്കിവിടെ കുളിക്കാൻ വരാൻ പറ്റില്ല. ആരുടെ സമ്മതത്തോടെയാണ് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഗുൽഷാഹാട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നിഗാറാണെങ്കിൽ "നിന്റെ നാക്ക് വീണ്ടും പൊങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാത്തിനും നിനക്ക് മറുപടി ഉണ്ടല്ലേ" എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ഫാത്തിമയാകട്ടെ അവിടേക്ക് ചെന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമ്മുടെ നിഗാറിനെ കുളിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. "എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുകയാണ്. എനിക്ക് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല, ഞാൻ കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിഗാർ കുളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയം ഫാത്തിമയാണെങ്കിൽ "എനിക്കൊരു കാര്യം പറയാനുണ്ട്, എൻ്റെ അടുത്ത് ദേഷ്യപ്പെടരുത്, എനിക്ക് നിന്റെ സഹായം ആവശ്യമാണെന്ന്" പറയുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് നിഗാർ ചോദിക്കുമ്പോൾ ഹുറം സുൽത്താനയുടെ പേരാണ് നമ്മുടെ ഫാത്തിമ പറയുന്നത്. എന്നാൽ അടുത്ത സീനിൽ നമ്മുടെ മെഹമത്താണെങ്കിൽ മെഹ്റുമേനെ വഴക്ക് പറയുകയാണ്. മെഹ്റുമയാകട്ടെ പറയുന്നത് അവരെന്തെങ്കിലും ചെയ്യട്ടെ, ആ ദാസി എന്ത് ചെയ്താലും എനിക്ക് എന്താണ് കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. മെഹമത്താകട്ടെ "എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നീ കാരണമാണ് അവരിവിടെ നിന്ന് പറഞ്ഞയച്ചത്, അമ്മയടുത്ത് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞോളൂ, അവരെ തിരിച്ചിവിടെ കൊണ്ടുവരണമെന്ന്" പറയുന്നുണ്ട്. മെഹ്റുമയാകട്ടെ "ഇല്ല, ഞാൻ പറയില്ല" എന്ന് പറയുമ്പോൾ "എന്നാൽ ഞാൻ പറയാമെന്ന്" പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹുറം സുൽത്താൻ അങ്ങോട്ടേക്ക് ഹുറം സുൽത്താനെ രണ്ടുപേരോടും വളരെ വൈകി വസ്ത്രങ്ങളൊക്കെ മാറി കിടക്കാൻ പോകും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതേസമയം മെഹമ്മത്താണെങ്കിൽ "നീ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുമെന്ന്" പറഞ്ഞ് ആംഗ്യം കാണിക്കുന്നുണ്ട്. മെഹ്റിമ "ഇല്ല, ഞാൻ പറഞ്ഞോളാം" എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മെഹമ്മത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. മെഹ്റിമയാണെങ്കിൽ ഹുറമിൻ്റെ അടുത്ത് ചെന്ന് അമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ പറഞ്ഞു വിട്ട പെൺകുട്ടിയെ തിരിച്ച് വിളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹുറം സുൽത്താന അത് കേട്ടിട്ടേ ഇല്ല, അതിന് കഴിയില്ല, കാരണം അവളൊരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ മെഹ്റുമയാകട്ടെ അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവരല്ല അത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മൾ ഹുറം സുൽത്താന "പിന്നെ ആരാണത് ചെയ്തത്?" എന്ന് ചോദിക്കുന്നുണ്ട്. പേടിച്ച് നിന്നിട്ട് നമ്മുടെ മെഹ്റിമ പറയുന്നത് "അത് മെഹമ്മത്താണ്, മെഹമ്മത്താണ് അത് ചെയ്തതെന്ന്" പറയുകയാണ്. ഹുറം സുൽത്താനാണെങ്കിൽ അത് കേട്ട് "മെഹമ്മത്താണോ അത് ചെയ്തതെന്ന്" ഉറക്കെ ചോദിക്കുമ്പോൾ "അമ്മേ പതുക്കെ പറയൂ, അവനത് കേൾക്കരുത്, അവൻ ഒരുപാട് പേടിച്ചു പോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ ദാസിയുടെ മേൽ കുറ്റം ചുമത്തിയത്" എന്ന് പറയുന്നുണ്ട്. "അവനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്, എന്നാൽ എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല" എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മെഹ്റിമ സുൽത്താനയാണെങ്കിൽ കരയുന്നുണ്ട്. ഇത് കണ്ട് വളരെ വിഷമം തോന്നിയ ഹുറമാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അവളെ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. "നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, നിന്റെ സഹോദരങ്ങളെ എപ്പോഴും നീ ഇങ്ങനെ സംരക്ഷിക്കണമെന്നൊക്കെ" പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്.